2025 ഭാരതം എന്ന മഹാരാജ്യം തന്റെ പൗരസമ്പന്നതയിൽ അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വർഷം. ഇന്നൊവേഷൻ, ടെക്നോളജി, സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ തുടങ്ങിയ എല്ലാ മേഖലയിലും ഉയർന്ന വളർച്ച നേടിയിരിക്കുന്നു ഭാരതം. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഭാരതം ഏറ്റവും വളർച്ച നേടിയ മേഖലയാണ് ഹെൽത്ത് കെയർ. മികച്ച ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് പോലെയുള്ള മികച്ച പബ്ലിക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ പ്രൈവറ്റ് സെക്ടറിലെ മികച്ച പങ്കാളിത്തവുമാണ് ഇതിന് കാരണമായത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും സൃഷ്ടിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും നിരവധി മലയാളി വിദ്യാർത്ഥികൾ എത്തുന്നു എന്നത് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അങ്ങനെ ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ MBBS പഠിക്കുന്ന 90% മലയാളി വിദ്യാർത്ഥികളും ഒരൊറ്റ സ്ഥാപനത്തിൽ പഠിച്ചവരാണെന്നത് തികച്ചും അത്ഭുതം തന്നെയാണ്. ഏത് സംസ്ഥാനത്തിലെ ഏത് മികച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിശോധിച്ചാലും ഇതേ കണക്കാണ് എന്നുള്ളത് കൗതുകമാകുന്നു. എഞ്ചിനീയർമാരുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭാരതത്തിലെ ഏറ്റവും മികച്ച IIT-കളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, IIT ഡൽഹി, IIT ബോംബെ, IIT കാൺപൂർ പോലെയുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രസ്ഥാനങ്ങളിലും മലയാളികളുടെ ഒഴുക്ക് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ്. കോട്ടയം ജില്ലയിലെ പാല എന്ന അതിമനോഹര ഗ്രാമത്തിൽ 1984 4 സുഹൃത്തുക്കൾ ആരംഭിച്ച ഒരു ചെറിയ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് രാജ്യാന്തര ചർച്ചകളിലും വാർത്തകളിലും ഇടം പിടിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ GDP-യെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിച്ചു ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്. പേരുപോലെ തന്നെ ബ്രില്യന്റ് ആയ യാത്രയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റേത്. ഓരോ വർഷം മുന്നോട്ടു പോകുന്തോറും ബ്രില്യന്റ് വിജയങ്ങൾ ശീലമാക്കി. നിരവധി മലയാളി ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവിടെ നിന്നും പഠിച്ചിറങ്ങി ലോകമെമ്പാടും അവരവരുടെ കർമ്മപഥങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലെത്തി. അങ്ങനെ 41 വർഷത്തെ വിജയഗാഥ. ആയിരത്തി 1984 കേവലം 4 വിദ്യാർത്ഥികൾക്ക് +1 +2 പഠനത്തോടൊപ്പം ആരംഭിച്ച ഈ പ്രസ്ഥാനം 2025 സെപ്റ്റംബറിൽ എത്തുമ്പോൾ ഏതാണ്ട് 70,000-ലധികം വിദ്യാർത്ഥികളും 8ഓളം സെന്ററുകളും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുമൊക്കെ സെന്ററുകളുമൊക്കെ ആയിട്ട് ഇന്ന് അവിരാമം വിരാജിക്കുന്നു. 4 ചെറുപ്പക്കാര് അന്നെടുത്ത ആ ഒരു തീരുമാനം മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം സമ്പന്നരെന്നോ സാധാരണക്കാരെന്നോ ഒന്നുമില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം എന്ന അവരുടെ ആ ഒരു കാഴ്ചപ്പാട് അതിനാണ് മലയാളി സമൂഹം ഏറ്റെടുക്കുകയും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ 41ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റിസൾട്ടിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഞങ്ങൾക്ക് ഒപ്പം മത്സരിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥ ദൈവാനുഗ്രഹത്താൽ. ഒപ്പം ഞങ്ങൾ പാലായ്ക്ക് പുറമെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് 8 സെൻറ്ററുകൾ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം സ്കൂളുകൾക്ക് സമീപത്ത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള താമരശ്ശേരി വരെയുള്ള വിവിധങ്ങളായ സ്കൂളുകളുടെ സമീപത്ത് ഞങ്ങളുടെ സെൻറ്ററുകൾ ഓപ്പൺ ചെയ്തു. സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളും പാരലായിട്ട് പോവുകയാണ്. സ്കൂളിനെ അക്കാഡമിക് ആക്ടിവിറ്റി ബാധിക്കാത്ത രീതിയിൽ പോകുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. സമീപ വർഷങ്ങളിൽ ഒരു 4-5 വർഷം ലാസ്റ്റ് പുറത്തെടുക്കാമെങ്കിൽ കേരളത്തിലെ 85 to 90% മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സെലക്ഷൻസ് ബ്രില്യൻറ്റിലൂടെയായി മാറിയിരിക്കുന്നു. റാങ്കുകൾ എടുത്താൽ ഫസ്റ്റ് 10-ൽ 10 or 9 വരെ എത്തി നിൽക്കുന്നു. അങ്ങനെ 2024 രാജ്യത്തെ ഏറ്റവും ഉയർന്ന
1ാം റാങ്ക് എന്ന സ്വപ്ന നേട്ടം ബ്രില്യൻ കരസ്ഥമാക്കി. ശ്രീനന്ദ് ഷർമിൽ എന്ന കണ്ണൂർക്കാരന് അന്ന് ബ്രില്യൻ നൽകിയ 1 കോടി രൂപ സ്കോളർഷിപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പ് എന്ന ഖ്യാതി നേടി. ബ്രില്യൻറ്റിന്റെ ഫൗണ്ടേഷനിൽ ചേർന്നുകൊണ്ട് എനിക്ക് ബേസ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ +1 +2 റെസിഡൻഷ്യൽ ബാച്ചിലേക്ക് കയറിയപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ ബ്രില്യൻറ്റിന്റെ ടെസ്റ്റും മെറ്റീരിയലും എല്ലാം വെച്ചിട്ട് തന്നെ ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് കിട്ടണം എന്ന് സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ 1 കോടി എന്ന തുക കിട്ടുമ്പോൾ വളരെ ചിന്തിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. എങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ യാത്ര എളുപ്പമുള്ളതല്ലായിരുന്നു. 41 വർഷം എന്ന ദൂരം പലതരം കടമ്പകൾ കടന്നും മാറ്റങ്ങൾ കണ്ടും വരുത്തിയുമാണ് ബ്രില്യൻറ്റ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ 1ാം നമ്പർ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനമായി മാറിയത്. ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കാനുള്ള ബ്രില്യൻറ്റിന്റെ ആർജവം മുന്നിൽ നിന്ന് നയിക്കുന്ന ഡയറക്ടേഴ്സ് മുതൽ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് സ്റ്റാഫ് വരെ നീളുന്ന 2000-ഓളം ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ കൂടെ ഫലമാണ് എന്ന് കൂട്ടിച്ചേർക്കണം. ഏതാണ്ട് 1000-ലധികം അധ്യാപകര്, അതുപോലെ തന്നെ ബ്രില്യൻറ്റിന്റെ സമീപ പ്രദേശത്തുള്ള ധാരാളം പ്രാദേശിക നിവാസികൾ, കോവിഡിന് മുമ്പുള്ള മലയാളികളുടെ ജീവിതശൈലി, കോവിഡിന് ശേഷം ഉള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിനൂതനമായ മാർഗമൊക്കെ ബ്രില്യൻറ്റ് അഡോപ്റ്റ് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മാറ്റങ്ങളെ ഏറ്റവും അധികം ഉൾക്കൊള്ളാനായിട്ട് ബ്രില്യൻറ്റിന് സാധിച്ചിട്ടുണ്ട്. 2000 കൂടി ഞങ്ങൾക്ക് കൊട്ടാരം കോളേജിൽ, അതായത് ഇപ്പം നമ്മളുടെ എറണാകുളം ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പറ്റി. അതുമുതലാണ് കുട്ടികളുടെ എണ്ണം നല്ലപോലെ വർദ്ധിച്ചത്. 2005 നമ്മൾ ആദ്യത്തെ ബിൽഡിംഗ് തുടങ്ങി, നമ്മളുടെ എ ബ്ലോക്ക് തുടങ്ങി. വീണ്ടും 2022 ആയപ്പോൾ ഡി ബ്ലോക്കും തുടങ്ങി. 2025 നമ്മൾ പന്തത്തല സെൻറ്റർ തുടങ്ങി. അതുപോലെ കുറേ അധികം ഹോസ്റ്റലുകളും തുടങ്ങി. ഇപ്പോൾ കുട്ടികളെല്ലാവരും വരുന്നത് നമ്മളെ വിശ്വസിച്ച് തന്നെയാണ്. ആ വിശ്വസിച്ച് വരുന്ന കുട്ടികൾ അവരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ ബ്രില്യൻറ്റിൻ്റെ കഴിവ് കൊണ്ടല്ല അഡ്മിഷൻ കിട്ടുന്നത്, അവരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നു എന്നോർത്താൽ മതി ബ്രില്യൻറ്റ്. അപ്പം ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ എല്ലാം വൈഫൈ കണക്ട് ചെയ്ത ഇൻട്രാക്റ്റീവ് ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു കുറവുമില്ല എന്നോർക്കുക. അതുപോലെ കുട്ടികൾ നമ്മളുടെ ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുന്ന, ഇഷ്ടം പോലെ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന, ഒരു ക്ലാസ് കണ്ടിട്ട് അത് ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്ന അതിനുള്ള ക്ലാസ്സിൻ്റെ സൗകര്യമുള്ള ഇതാണ് ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലേണിംഗ് ആപ്പ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുട്ടികൾക്ക് ഞങ്ങൾ ചെറുപ്പം മുതലേ ഇപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു വിജയത്തിന് പ്രധാന കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സ് 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുണ്ട്. അത് ശരിക്കും കുട്ടികളുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്തുകയും അവർ സയൻസ് സബ്ജക്റ്റ് നല്ലതുപോലെ പഠിക്കുകയും അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്നു. ഞങ്ങൾക്കറിയാം നമ്മളുടെ റിസൾട്ട് വരുമ്പോൾ മിക്കവാറും ടോപ്പേഴ്സ് എല്ലാം നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കടന്നു വന്ന കുട്ടികളാണെന്നതിൽ സന്തോഷമുണ്ട്. ബ്രില്യൻറ്റ് എന്ന പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് ഡയറക്ടേഴ്സ് നയിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങളെ കൃത്യമായി നടപ്പിലാക്കുന്ന കോർഡിനേറ്റേഴ്സ് പ്രശംസ അർഹിക്കുന്നവരാണ്. ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിഞ്ഞ് അവരെ കൃത്യമായ ഉപദേശം നൽകി നയിക്കുന്ന
ബ്രില്യൻറ്റിൻ്റെ കരിയർ ഗൈഡൻസ് മികച്ച വാല്യൂ ആഡഡ് സേവനമാണ് നൽകുന്നത്. എല്ലാറ്റിലും ഉപരി വിദ്യാർത്ഥികളെ കൃത്യമായി പഠിപ്പിച്ച് വിജയത്തിൻ്റെ വഴിയിലെത്തിക്കുന്ന ഓരോ അധ്യാപകരും ഈ വിജയത്തിൻ്റെ പങ്കാളികളാണ്. ഒരു ചെറിയ മുറിയിൽ ആരംഭിച്ച ബ്രില്യൻറ്റ് ഇന്നൊരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആശയം പിന്തുടരുന്ന ബ്രില്യൻറ്റ് ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ പഠനത്തിനു വേണ്ടി വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് മികച്ച വിജയം നേടാൻ വേണ്ടുന്ന എല്ലാം വളരെ മികവോടെ ക്രമീകരിച്ചിരിക്കുകയാണ് ബ്രില്യൻറ്റ്. ക്വാളിറ്റി എഡ്യൂക്കേഷനോടൊപ്പം സേഫ് ആൻഡ് സെക്യൂറായ താമസ സൗകര്യം, മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള പഠന രീതി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ആത്മവിശ്വാസം നൽകാൻ സഹായിക്കുന്നു. 1984 ഒരു വാടക മുറിയിൽ 4 വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിച്ചെടുത്തുനിന്ന് ഇന്ന് പാലയിൽ മാത്രം ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള സ്വന്തമായ ബിൽഡിങ്ങും നിരവധി ഹോസ്റ്റൽ സൗകര്യങ്ങളുമൊക്കെയുള്ള ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകളുമൊക്കെയായി ഏതൊരു വിദ്യാർത്ഥിക്കും അവനവൻ്റെ സ്വപ്നത്തിനനുസരിച്ച് പഠിച്ച് വിജയം നേടാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ, അതാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ 2025. ഇന്ന് എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ ഈ സ്ഥാപനം ചരിത്രം സൃഷ്ടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. നിരന്തരമായ പ്രയത്നവും ആത്മാർത്ഥമായ സമർപ്പണവുമാണ് ഈ യാത്രയുടെ പ്രധാന ഇന്ധനം. ഇന്ന് ബ്രില്യൻറ്റിലൂടെ കടന്നുവരുന്നതും പോകുന്നതുമായ ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും സ്വപ്നവും പ്രാർത്ഥനയുമാണ് എന്നും ബ്രില്യൻറ്റിൻ്റെ വിജയരഹസ്യം. വരും വർഷങ്ങളിലും പുതിയ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാനുള്ള പാരമ്യമായ ഈ യാത്രയിൽ നോ കോംപ്രമൈസ് എന്ന ദൃഢപ്രതിജ്ഞയാണ് ബ്രില്യൻറ്റിൻ്റെ മുദ്രാവാക്യം. വരും തലമുറയ്ക്ക് ബ്രില്യൻ നൽകുന്ന മാതൃക വളരെ വിലയേറിയതാണ്. ഭാവിയെ വാർത്തെടുക്കാൻ ഏറ്റവും നല്ല നിക്ഷേപം മികച്ച വിദ്യാഭ്യാസം തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, ചാമ്പ്യന്മാരുടെ ചാമ്പ്യൻ.